ഫെബ്രുവരി 1, 2026 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് 2026-27 പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാകുന്നു. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, നികുതി പരിഷ്കരണം എന്നിവയ്ക്കാണ് ബജറ്റ് മുൻഗണന നൽകുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ ലളിതമായ പുതിയ ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരും. നികുതി റിട്ടേണുകളിൽ തെറ്റുകൾ തിരുത്താനുള്ള അവസാന തീയതി ഡിസംബർ 31 നിന്ന് മാർച്ച് 31 വരെ നീട്ടിയിരിക്കുന്നു. ചെറിയൊരു ഫീസ് നൽകേണ്ടി വരും. വിദേശ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5% നിന്ന് 2% കുറച്ചു. വാഹന അപകട നഷ്ടപരിഹാര തുകയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. കേരളം കാത്തിരുന്ന പല വലിയ പദ്ധതികളും, അതായത് എയിംസ്, അതിവേഗ റെയിൽ എന്നിവ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ചില പ്രധാന പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് റെയർ എർത്ത് കോറിഡോർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്കൊപ്പം കേരളത്തിലും ധാതു ഖനനത്തിന് പ്രത്യേക ഇടനാഴി സ്ഥാപിക്കും. തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കോക്കനട്ട് പ്രൊമോഷൻ സ്കീം പ്രഖ്യാപിച്ചു. കശുവണ്ടി, കൊക്കോ ഉൽപാദനത്തിൽ 2030 സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായം നൽകും. കേരളത്തിലും കർണാടകയിലും കടലാമകളുടെ സംരക്ഷണത്തിനായി പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. രാജ്യത്ത് 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും. അടിസ്ഥാന വികസനത്തിനായി 12.2 ലക്ഷം കോടി രൂപ വകയിരുത്തി. രാജ്യത്ത് 7 പുതിയ അതിവേഗ റെയിൽ ഇടനാഴികൾ സ്ഥാപിക്കും. ക്യാൻസർ മരുന്നുകൾ, പ്രമേഹ മരുന്നുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയുടെ വില കുറയും. എല്ലാ ജില്ലകളിലും വർക്കിംഗ് വനിതകൾക്കായി ഹോസ്റ്റലുകളും ഗ്രാമീണ മേഖലയിൽ ഷീമാർട്ടുകളും ആരംഭിക്കും. ധനക്കമ്മി GDP-യുടെ 4.3% ആയി നിലനിർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.